ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമുക്കിന്ന് മാവ് കുഴക്കോ പരത്തോ ഒന്നും ചെയ്യേണ്ടാത്ത, ഡീപ് ഫ്രൈയും ചെയ്യേണ്ടാത്ത, വളരെ സിമ്പിളായിട്ടുള്ള കുട്ടികളൊക്കെ സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള സംഭവമാണിത്, ഈ ഒരു പ്ലെയിൻ പറാത്ത. നമുക്ക് ലുലുന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഫ്രോസൺ ആയിട്ടുള്ള പ്ലെയിൻ പറാത്ത. അത് ഏത് ബ്രാൻഡ് എടുത്താലും കുഴപ്പമില്ല, ഈ പ്ലെയിൻ പറാത്ത എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നതിന് കുറച്ച് മുന്നൊന്ന് പുറത്തെടുത്ത് വെക്കണം, തണുപ്പൊന്ന് ചെറുതായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു പറാത്തയിൽ നിന്ന് നമുക്കിതുപോലെ 4 എണ്ണം ഉണ്ടാക്കാം. ഇനി ഇത് നമുക്കൊന്ന് എങ്ങനെയാണ് മടക്കി കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതെ, ഇത്തിരി തണുപ്പുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് മടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആ നല്ല വീതിയുള്ള ഭാഗത്തുനിന്ന് ഇത് കുറഞ്ഞ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്നിങ്ങോട്ട് മടക്കി കൊടുക്കുക. കണ്ടോ, ഇത്രയേ പണിയുള്ളൂ, സിമ്പിളാണ്. അത് ഇതുപോലെ മടക്കി കൊടുത്തത്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇത്തിരി പ്രൊജക്റ്റായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എല്ലാ സൈഡും ഒരുപോലെ തന്നെ കിട്ടും. പിന്നെ അത് വേസ്റ്റാക്കി കളയേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാണ്ടില്ലേ. അപ്പോൾ ഈ ഒരു പറാത്തയിൽ നിന്ന് നമുക്ക് ഇതുപോലെ 4 എണ്ണം ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ ഒരേ സ്നാക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ആട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു 2-3 പറാത്ത ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ലയെന്ന് വെച്ച് ഒട്ടും പേടിക്കേണ്ട. നമ്മൾ സാധാരണ ഈ പാനിലൊക്കെ കേക്ക് ബേക്ക് ചെയ്യുമല്ലോ, ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ ഇത് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ അങ്ങനെ കേക്ക് ബേക്ക് ചെയ്യുന്നൊക്കെ പോലെ കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് എയർ ഫ്രൈ, ഞാനിപ്പോൾ എയർ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രൈയിൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, അതൊന്നും ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഈ ക്രോസോൺസിൻ്റെ മേലെ എഗ് വൈറ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്കിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് എണ്ണം ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഞാനൊരു 180 ഡിഗ്രിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഒരു സൈഡൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഒരു സൈഡൊന്നും ഇങ്ങനെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് പതുക്കെ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്ലക്കറോ അല്ലെങ്കിൽ കൈ വെച്ച് വെക്കുമ്പോൾ നോക്കണം കേട്ടോ, ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൈഡും ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ എല്ലാ സൈഡും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മാറ്റാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ സൈസിൽ കറക്റ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ചിക്കനൊന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസസാണ് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്തൊക്കെ നല്ല ലെയറായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മയണീസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി മുളക് ഉപ്പിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസാണ്, അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. പക്ഷേ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. വേണമെങ്കിൽ അതിൻ്റെ മേലെ കുറച്ചും കൂടെ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ മയണീസോ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ചിക്കൻ ഫില്ല് ചെയ്ത് സോസൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.